ഫൈനൈറ്റ് അല്ലേ, ലോങ്. ഫൈനൈറ്റിന് വേറെ പേരുണ്ട്, ലോങ് സോളിനോയിഡ്, ലോങ് സോളിനോയിഡ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സോളിനോയിഡ്, ഇൻഫൈനൈറ്റ് സോളിനോയിഡ്, ഇൻഫൈനൈറ്റ് സോളിനോയിഡ് അല്ലെങ്കിൽ ലോങ് സോളിനോയിഡ്. 99% നിങ്ങൾക്ക് എക്സാം ചോദിക്കുന്നത് എന്തായിരിക്കും? ലോങ് സോളിനോയിഡ് ആയിരിക്കും. ലോങ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എൻഡുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലെന്നല്ല, അങ്ങ് ലോങ് ആയിട്ട് സോളിനോയിഡ് എന്നല്ല. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരുടെ വാല്യൂ, ഈ നീളത്തിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോങ് സോളിനോയിഡ്. ഇതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. ലോങ് സോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഏത് പോയിന്റ് എടുത്താലും ഓൾമോസ്റ്റ് എന്താണ്, ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും അകത്തുള്ള ഏത് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, അകത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് B which is equal to mu0 Ni ആണ്. B which is equal to mu0 Ni ആണ്. മറ്റെത്രയായിരുന്നു? B which is equal to mu0 Ni/2. പിന്നെ ആരുണ്ട്? കോസ് ആൽഫ. ഇവിടെ ഇതേ സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം, കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ. ഇവിടെയാണ് നോക്കടാ, B which is equal to സെയിം ഇക്വേഷൻ ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, Ni/2. പിന്നെന്താണ്? കോസ്. ഇവിടെ നിന്നാണെങ്കിൽ, ഈ പോയിന്റിൽ നിന്നാണെങ്കിൽ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഉണ്ടോ, ഇങ്ങനെ. അപ്പം ഞാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇത്രയും സോളിനോഡ് എഴുതിക്കും. ഇതൊരു സോളിനോഡാണ്, ഇത് B ആണ്. നമുക്ക് എൻഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ ഇതാണ്. സോളിനോഡ് ഇത്രയും നീളം കൂടുതലാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? ആംഗിളിനെ കുറയ്ക്കും. ശരിയാണോ? ആംഗിൾ കുറഞ്ഞു. നീളം വീണ്ടും കൂടുതലാണെങ്കിലോ ആംഗിൾ വീണ്ടും കുറയും. അങ്ങനെ കുറഞ്ഞ് സോളിനോഡ് അങ്ങ് ഇൻഫിനിറ്റിലോട്ട് പോകുന്നെങ്കിലോ ആംഗിൾ കുറഞ്ഞ് ഇങ്ങോട്ട് മാറും, 0 മാറും. ശരിയാണോ? അപ്പോൾ നമ്മൾ കോസ് ആൽഫയ്ക്ക് പകരം എന്ത് പറയും? കോസ് 0. പ്ലസ് ഇവിടെ അതുപോലെയാണ്, ഇത് ഇൻഫിനിറ്റിലോട്ട് പോവുകയാണ് കണ്ടോ. നേരത്തെ ആണെങ്കിൽ ഇതാണ് ബീറ്റ എന്ന് പറയുന്നത്. നീളം കൂടുന്നതനുസരിച്ച് ബീറ്റയുടെ വാല്യൂ കുറയും, വീണ്ടും നീളം കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ബീറ്റ കുറയും. അങ്ങനെ ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ ബീറ്റ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ കോസ് 0. അങ്ങനെയെങ്കിൽ ഒരു ഇൻഫിനൈറ്റ് അല്ലെങ്കിൽ ലോങ് സോളിനോഡിന്റെ കേസിലാണെങ്കിൽ ആൽഫയും 0 ബീറ്റയും 0, കോസ് 0 1 ആണ്, 1 + 1 2 ആണ്. സോ എത്രയായിട്ടും 2 കിട്ടും. ശരിയാണ്? 1 + 1 2 ആണ്. ആ 2 2 ക്യാൻസൽ ആകും, നമുക്ക് എന്ത് കിട്ടും? mu0 Ni എന്ന് കിട്ടും. മനസ്സിലായോ മക്കളെ? സോ ലോങ് സോളിനോഡിന്റെ ഇക്വേഷൻ എന്താണ്? ആക്സിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും പറഞ്ഞേ, B which is equal to mu0 Ni ആണ്. എന്ന് പറഞ്ഞാൽ ആകെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ആകെ നീളം, ആകെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ആകെ ലെങ്ത്.